തിരുത്തേണ്ടത് അണികളാണോ എന്നാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യത്തെ രണ്ട് രീതിയിൽ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, സംസ്ഥാന കമ്മിറ്റി താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ചില പ്രധാനപ്പെട്ട ചർച്ചാ പോയിന്റുകളെ അധികരിച്ചാണ് ഈ ചർച്ചയെങ്കിൽ ആ ചോദ്യാവലികളെ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിലപാട്. രണ്ടാമത്തത്, ഈ വിഷയത്തിൽ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ കെ രാഗേഷ് അടക്കം ഉത്തരവാദിത്വപ്പെട്ട പാർട്ടി നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം യാന്ത്രികവും ഒരു തരത്തിലും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തതുമാണ് എന്ന ഒരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യഘട്ടത്തിലേക്ക് വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? സംസ്ഥാന നേതാക്കൾക്ക് വീഴ്ച പറ്റിയോ എന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് താഴെത്തട്ടിൽ ചർച്ച ചെയ്യേണ്ടാത്തത് എന്നതാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. യഥാർത്ഥത്തിൽ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ചോദ്യാവലിയേ അല്ല എന്നുള്ളതാണ് ആദ്യത്തേത്. ഇപ്പോൾ എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത് ഏരിയ തലത്തിലുള്ള ചർച്ചകളാണ്. അത് 2-3 ദിവസങ്ങൾക്ക് ശേഷം അവസാനിക്കും. അതിനുശേഷം ലോക്കലിലേക്ക് പോകും. അതിനുശേഷം ജൂൺ ആദ്യ വാരത്തോടുകൂടി ബ്രാഞ്ചുകളിലും പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. ഏരിയ കമ്മിറ്റിയിൽ ചർച്ചകൾ നടക്കുന്നത് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലും ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച നടക്കുന്നത് ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിലുമാണ്. നോക്കൂ, ഒരു പാർട്ടി സമ്മേളനങ്ങളിൽ ഉള്ളതുപോലെ സംസ്ഥാന കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലല്ല ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പകരം അവിടെ സ്വതന്ത്രമായ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളിലൂടെ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തുകയുമാണ് ലക്ഷ്യം. എന്നാൽ അതോടൊപ്പം തന്നെ പ്രൊസീജിയറലായി ഓരോ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും അഥവാ കീഴ്ഘടകവും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തനം എത്രത്തോളം എത്തി എന്നത് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ ഒരു പുതുമയുമില്ല. എല്ലാ തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷവും അതാതു ഘടകങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോ ഇത്തരത്തിലുള്ള പോയിന്റുകളോ ചർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അവ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്ത് കീഴ്ഘടകങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നത് അവിടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന സംസ്ഥാന സമിതിയിലെ അംഗങ്ങളോ ജില്ലാ സമിതിയിലെ അംഗങ്ങളോ അത് കുറിച്ചെടുത്ത് അത് 7-8 ഇപ്പോൾ നടക്കാൻ പോകുന്ന 7-8 ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. അതാണ് ഇതിൻ്റെ രീതി. അതുകൊണ്ട് ഈ ചോദ്യം ഏതെങ്കിലും തരത്തിൽ ഒരു ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ചോദ്യമേ അല്ല. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ചോദ്യാവലി ഒരു ഓപ്പണൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പോലെ അല്ല അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് ചില നിർദ്ദേശങ്ങൾ മാത്രം, ചില സൂചനകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ നിങ്ങളുടെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. അതിൽ ഒരു ചോദ്യം നോക്കൂ, പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് 30ാമത്തെ ചോദ്യം പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റിയിലെ അംഗത്തിന് പരാജയത്തിൻ്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ ചോദ്യം 30ന്റെ കീഴിൽ. അപ്പോൾ ഇത് സാങ്കേതികമായി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന താഴെത്തട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് വിമർശനത്തിന് വിധേയമാവുന്നത്? കാരണം യഥാർത്ഥത്തിൽ ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പാർട്ടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം സതുദ്ദേശത്തോടു കൂടിയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. കാരണം ഇടതുമുന്നണി അല്ലെങ്കിൽ CPM CP ഇവയൊക്കെ സംഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഫ്രീഡം ഇൻ ഡിസ്കഷൻ, യൂണിറ്റി ഇൻ ആക്ഷൻ. എന്താണത്? ലെനിൻ പറയുന്ന ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന ആശയമാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഇൻ ഡിസ്കഷൻ ഉണ്ട്, പക്ഷേ അത് നേരത്തെ ഇല്ലായിരുന്നോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ മുതലാണ് ചർച്ച ആരംഭിക്കേണ്ടത്. നിങ്ങളൊരു നേതാവിലേക്ക് യഥാർത്ഥത്തിൽ മുഴുവൻ പാർട്ടിയെയും കൊണ്ട് കെട്ടിയപ്പോൾ താഴെത്തട്ടിൽ ആ നേതാവിനെ വിമർശിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിരുന്നോ? അവിടെയാണ് ഞാൻ മാധു പറഞ്ഞൊരു പോയിന്റിനോട് യോജിക്കുന്നത്. കാരണഭൂതൻ എന്ന പാട്ട് വരുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് എങ്ങനെയാണ് കീഴ്ഘടകം ഒരുമിച്ച് ചർച്ച ചെയ്യാതെ പോയത്? പാർട്ടിയുടെ ഒരു രീതിയല്ലേ? അവിടെയാണ് ഒരു നേതാവിൻ്റെ ലീഡർഷിപ്പിലേക്ക് പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ മയങ്ങിപ്പോയോ എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത്. അതുകൊണ്ട് ആദ്യ ഭാഗം ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സമിതി തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലി യഥാർത്ഥത്തിൽ നേതൃത്വത്തിൻ്റെ വീഴ്ചയെ മറച്ചുവെക്കാനുള്ള ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇനി 2ാമത്തെ പ്രധാനപ്പെട്ട ഘടകം, അവിടെയാണ് എനിക്ക് കെ രാഗേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെ ഇപ്പോഴും വളരെ യാന്ത്രികമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഞാനൊരു സ്വയം വിമർശനത്തോടു കൂടി തന്നെ പറയട്ടെ. പലപ്പോഴും ഈ ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നതിൽ CPMലെ പല നേതാക്കളുടെയും വാചകങ്ങൾ എങ്ങനെയാണ് കാരണമായത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പല നേതാക്കൾക്കും ധാരണയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ കെ രാഗേഷിൻ്റെതായിട്ട് വന്ന പ്രസംഗത്തിലെ ഭാഗം എന്താ? മുസ്ലിങ്ങൾ മതം നോക്കി പള്ളി നോക്കി വോട്ട് ചെയ്തു എന്നുള്ളൊരു പ്രസ്താവന അങ്ങേയറ്റം യാന്ത്രികമാണെന്ന് മാത്രമല്ല വസ്തുതാപരമായ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തതാണ്. മാത്രമല്ല ഈ പാർട്ടി ഇങ്ങനെയാണ് വിലയിരുത്തുന്നതെങ്കിൽ അതൊരു മൂർത്തമായ വിശദീകരണമേ അല്ല എന്നുള്ളതാണ്. കാര്യം നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. തവനൂരിൽ കഷ്ടിച്ച് 1000 വോട്ടില്ല ക്രിസ്ത്യൻ വോട്ട്.
പക്ഷേ അവിടെ VS ജോയ് വിജയിച്ചു കയറി. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ തവനൂരിൽ VS ജോയ് വിജയിച്ചു കയറിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു വിധിയാണ് എന്ന് ഞാൻ പറയും. നോക്കൂ, തലശ്ശേരിയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. തലശ്ശേരിയെ പോലെയൊരു മണ്ഡലത്തിൽ LDF വിജയിച്ചു കയറി. കാരായി രാജൻ അവിടെ പള്ളി നോക്കിയും മതം നോക്കിയും അല്ല വോട്ട് രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഘടനാരീതി വേറെയാണ്. അഴീക്കോട് നോക്കൂ, അവിടെയും വിജയിച്ചു കയറിയത് LDF ആണ്. അവിടെയും മുസ്ലിം വോട്ട് കൂടുതലുള്ള ഒരു മേഖലയാണ്. കൂത്തുപറമ്പ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോടെ കഷ്ടിച്ചാണെങ്കിലും അവിടെയും LDF വിജയിച്ചു കയറി. അപ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ നമ്മൾ നോക്കി പരിശോധിക്കുമ്പോൾ KK രാഗേഷ് പറഞ്ഞതിൽ വസ്തുതയുമായി ഒരു ബന്ധവുമില്ല. രണ്ടാമത്തത്, അത് സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് അത്യന്തം അപകടകരവുമാണ്, വസ്തുതയോട് ചേർന്ന് നിൽക്കാത്തതുമാണ്. കാര്യം ഒരൊറ്റ വാചകത്തിൽ തീർക്കും, സർക്കാർ മികച്ചതായിരുന്നു, പക്ഷേ ന്യൂനപക്ഷ വിരുദ്ധമായി പോയി, അതുകൊണ്ട് ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ സർക്കാരിനെതിരെ ഉണ്ടായി എന്ന കേവലം യാന്ത്രികമായ വിലയിരുത്തലിലേക്കാണ് പാർട്ടി നേതൃത്വം പോകുന്നതെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമാണ്. അത് ശരിയല്ല. കാരണം നോക്കൂ, ഈ പാർട്ടിയിൽ പയ്യന്നൂരിൽ വിധി എഴുതിയത്, തളിപ്പറമ്പിൽ വിധി എഴുതിയത് കാലങ്ങളോളം ഇതേ ചിഹ്നത്തിൽ മാത്രം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ്. അവർക്കൊന്നും ചിഹ്നം മാറിപ്പോവില്ല. കൃത്യമായി ചിഹ്നം അറിയാമെന്ന് മാത്രമല്ല, അങ്ങേയറ്റം പാർട്ടി ബോധമുള്ളവർ, ലോക്കൽ കമ്മിറ്റിയിലെ, ഏരിയ കമ്മിറ്റിയിലെ, ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗങ്ങളും സെക്രട്ടറിമാരുമാണ് ഈ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന് വേണ്ടി വിധി എഴുതിയത്. അവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ ആയിരുന്നോ പ്രശ്നം? അവിടെ ഏതെങ്കിലും തരത്തിൽ BJPയുടെ സ്ട്രാറ്റജിക് വോട്ടിംഗ് ആയിരുന്നോ പ്രശ്നം? ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വിലയിരുത്തലുകൾ ആവശ്യമാണ്. ആ വിലയിരുത്തലുകൾ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെയാണ് യഥാർത്ഥത്തിൽ ജനം വിധി എഴുതി തോൽപ്പിച്ചത് എന്ന ഒരു സ്വയം വിമർശനാത്മകമായ രീതിയിലേക്ക് പാർട്ടി എത്തിച്ചേരേണ്ടതുണ്ട്. എന്തായിരുന്നു സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനുള്ള കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്, നേരത്തെ EK തന്നെ കോട്ട് ചെയ്തതാണ്. നിങ്ങൾ സാമ്പത്തികം കൊടുത്തു, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത രീതി സമ്മാനിച്ചു, തർക്കമില്ല. ഏറ്റവും മികച്ച സർക്കാരാണ് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ ആ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ചില പ്രസ്താവനകളെങ്കിലും സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമുണ്ടായി. കൂട്ടത്തോടെ എങ്ങനെയാണ് തെക്കൻ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്ന് അകന്നുപോയത്? എങ്ങനെയാണ് FCRI വിഷയത്തിൽ കോൺഗ്രസ് ഇവരുടെ വിശ്വാസം ആർജിച്ചെടുത്തത്? എങ്ങനെയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടും നേറ്റിവിറ്റി നിയമം പാസ്സാക്കിയതിനു ശേഷവും ഈ സർക്കാരിൽ ഞങ്ങൾ അത്ര വിശ്വസിക്കുന്നില്ല എന്ന് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗം കരുതിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ സർക്കാരിന് ഈ ന്യൂനപക്ഷങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ശക്തമായി. ആ സംശയത്തിന് പല കാരണങ്ങളുണ്ട്, ഞാൻ എണ്ണി പറയുന്നു. വെള്ളാപ്പള്ളി മുതൽ ഓരോ പോളിസികൾ നടപ്പിലാക്കുമ്പോൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്തുനിന്നുണ്ടായ മൗനമടക്കം, വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാതെ പോയ സാഹചര്യം അടക്കം അതിന് മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ശക്തമായി വിലയിരുത്തുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഒരു വ്യക്തിയിലേക്ക് കൊണ്ട് കെട്ടുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ്. അത് എളുപ്പം ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി. അല്ല. ഇനി പിണറായി വിജയൻ ചിരിച്ചാലോ, പിണറായി വിജയൻ കുട്ടികളെ കെട്ടിപ്പിടിച്ചാലോ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നില്ല. പകരം പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പല മണ്ഡലങ്ങളും, ഇപ്പോൾ V കുഞ്ഞികൃഷ്ണൻ പരാജയപ്പെട്ടത് പിണറായി വിജയൻ കൊണ്ടാണോ? ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പാർട്ടി സംഘടനയ്ക്ക് കഴിയാതെ പോയി. ഓരോ ഏരിയയിലും, ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്ന പ്രശ്നങ്ങളെ പാർട്ടിക്ക് അഭിമുഖീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിലാണ് പല പല ചോദ്യങ്ങളും. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയുണ്ട്, പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളുണ്ട്. ഇവയൊന്നും ചേർത്ത് നിർത്താൻ കഴിയാതെ പോയി. എന്തിന് കർഷകരും സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളും LDFിൽ നിന്ന് മാറി UDFിലേക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കൂട്ടത്തോടെയുള്ള ഒഴുക്കൊന്നുമാണെന്ന് ഞാൻ പറയില്ല. കാരണം 37.5% വോട്ട് ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. അത് ഒരു വലിയ ശതമാനമാണ്. പക്ഷേ ആ ശതമാനത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ഡ്രൈവ്, ഒരു എനർജി ഈ സർക്കാരിനോ പാർട്ടിക്കോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ജയിപ്പിക്കണമെന്ന രാഷ്ട്രീയ ചോദ്യം, എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുമുന്നണി ജയിപ്പിക്കണം എന്നുള്ള ചോദ്യം, ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് ഇപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ പോയിന്റ് ഉണ്ട്. പക്ഷേ ആ പോയിന്റ് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത വിധത്തിൽ സർക്കാരിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പാർട്ടി നേതൃത്വവും സർക്കാരും അതിൽ നിശബ്ദമാവുകയോ പല ഘട്ടങ്ങളിലും തെറ്റായ സന്ദേശം കൊടുക്കുകയോ ചെയ്തു. നോക്കൂ, കേന്ദ്ര സർക്കാരിനെതിരെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയ 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമല്ലേ? 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമല്ലേ? ഒന്ന് പശ്ചിമ ബംഗാൾ, ഒന്ന് തമിഴ്നാട്, 3 കേരളം. ഈ 3 സംസ്ഥാനങ്ങളിലും പരാജയം സംഭവിച്ചിട്ടില്ലേ? പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തോറ്റില്ലേ? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തോറ്റില്ലേ? കേരളത്തിൽ പിണറായി വിജയൻ്റെ പാർട്ടി തോറ്റില്ലേ? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടം വോട്ടായി മാറാഞ്ഞത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ അങ്ങനെ വോട്ടായി മാറണമെങ്കിൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ ഉണ്ടാക്കണമായിരുന്നു. ഒരേ സമയം കേന്ദ്ര സർക്കാരിനോട് പടപൊരുതി, ഗവർണറുമായിട്ട് ഏറ്റവും കൂടുതൽ പടപൊരുതിയ സർക്കാരാണ്.
ഈ ഗവർണറെ പല ഘട്ടങ്ങളിലും ഗവർണറുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയ സർക്കാരാണ്. പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല. കാരണം അത് വോട്ടായി മാറണമെങ്കിൽ മറുഭാഗത്ത് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി ഒപ്പം നിർത്തണമായിരുന്നു. ആ സ്ട്രാറ്റജി പരാജയപ്പെട്ടു. ഒരേ സമയം ന്യൂനപക്ഷ വിഭാഗത്തിനോട് ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ചുമലിൽ ചാരിക്കൊണ്ട് ഒരു ഇസ്ലാമോഫോബിയ വളർത്താൻ ശ്രമിച്ചു എന്നതാണ് ഈ പാർട്ടി ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. പാർട്ടിയിലെ നേതാക്കൾ അതിനോട് സംയമനം പാലിച്ചു, അതിനോട് മൗനം പാലിച്ചു, കുറ്റകരമായ മൗനം പാലിച്ചു. ഗോഡ്ഫാദറിൽ നമ്മുടെ ഇന്നസെന്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നേരിട്ട് നമ്മുടെ ഗോഡ്ഫാദറിനെ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നസെന്റ് മറ്റൊരാളെ അടിക്കുന്ന ഒരു സീനുണ്ട്. ഇതേപോലെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചാരി ഇസ്ലാമോഫോബിക്കായ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയത്. പലപ്പോഴും പറഞ്ഞു അത് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നതിന് തുല്യമാകുമോ എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ 60-ലധികം തവണ ഇസ്ലാമോഫോബിക്കായി സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരു നേതാവിനെ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്ന മട്ടിൽ വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ സംശയമുണ്ടാകും. അതുകൊണ്ട് ഈ ഇടത് സർക്കാരിൻ്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്തുകൊണ്ട് മനസ്സിലാവാതെ പോയി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഉണ്ടായതിനു ശേഷം ഞാൻ തീർന്നു വരാം. നോക്കൂ, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ വലിയ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരുടെ? സൂര്യകാന്ത് മിശ്രയുടെ. ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. സൂര്യകാന്ത് മിശ്രയുടെ എന്താണ്? ആത്മാഭിമാനത്തിന് ഇടിവ് തട്ടിയിരിക്കുന്നു. സാധാരണക്കാരായ ചെറുപ്പക്കാർ അവർ പാരസൈറ്റുകളാണ്, അവർ കോക്രോച്ചുകളാണ്, അവർ ആക്ടിവിസ്റ്റുകളായി പ്രത്യക്ഷപ്പെടും, അവർ പലതരത്തിലും സമൂഹത്തിൽ ഇങ്ങനെ അനാർക്കിസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രയോഗം ഒരു വലിയ സമൂഹത്തെ, ഒരു ആൽഫ ന്യൂ ജെൻസി വിഭാഗത്തെ ഈ സംവിധാനത്തിനെതിരാക്കി മാറ്റിയിരിക്കുന്നു. BJPക്ക് 8.7 മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇരട്ടിയിലധികം ഫോളോവേഴ്സുമായി കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചോദ്യമായിട്ട് വരികയാണ്, ഒരു പുതിയ പ്രതിഭാസമായി വരികയാണ്. അവിടെയാണ് എളുപ്പം നിങ്ങൾക്ക് ചില ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന സമയത്ത് സംഘടിക്കാൻ കഴിയുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് ഈ പാർട്ടിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും കേരളത്തിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെയോ പുതിയ തലമുറയെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ കഴിയാതെ പോകുന്നത്, പുതിയ തലമുറയെ തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിയാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോക്രോച്ച് ജനതാ പാർട്ടി ഉദാഹരണമാണ്. ഇത് അധികകാലം നിൽക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അത് മറ്റെല്ലാ ഇടങ്ങളിലും ഉണ്ടായ ജൻസി പ്രക്ഷോഭങ്ങൾ പോലെ, മുല്ലപ്പൂ വിപ്ലവങ്ങൾ പോലെ ആൾക്കൂട്ടത്തിൻ്റെ വിപ്ലവമായി ഒരുപക്ഷെ താഴേക്ക് പോയേക്കാം. പക്ഷേ ആത്മാഭിമാനം വ്രണപ്പെട്ടാൽ ഞങ്ങൾ സംഘടിക്കുമെന്ന സൂചനയുണ്ട്. അതിനുള്ള സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള വഴികൾ, കമ്മ്യൂണിക്കേഷന്റെ വഴികൾ എന്തുകൊണ്ട് പാർട്ടി തേടിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം തിരുത്തും എന്നാണല്ലോ പറഞ്ഞത്. കെ രാകേഷിന്റെ പ്രതികരണം എവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്? തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പൊ തിരുത്താനുള്ള ഒരു തിരുത്താനുള്ള ഒരു ലക്ഷണവും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു മിനിറ്റ്, കെ രാകേഷ് ഈ ഒരൊറ്റ പ്രസ്താവന, ഈ പള്ളി നോക്കി എന്നുള്ള പ്രസ്താവന മാത്രമല്ല, ഇതിന് ശേഷം നടത്തിയ പ്രസംഗ പരമ്പരകളുണ്ടല്ലോ, എല്ലാം ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. ഇത് എങ്ങനെ വെറുപ്പിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ബീഹാറിലെ ഫേക്ക് ഐഡി കൊണ്ട് ഇവിടെ അതായത് ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇതിന് യാന്ത്രികമായിട്ടാണ് ഉത്തരം കണ്ടെത്തുന്നതെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നിങ്ങൾ പോകുന്നതേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിണറായി വിജയന്റെ ചിരി അല്ലെങ്കിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അങ്ങനെയല്ല. പകരം അടിസ്ഥാനമായിട്ട് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച താഴെത്തട്ടിൽ തന്നെ നടക്കണം. അത് തലമുടി നാരിഴക്കീറിയുള്ള ചർച്ചയാണ് നടക്കേണ്ടത്. അതുവരെ കെ രാകേഷ് ആ യന്ത്രം പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യുന്നതാവും നല്ലതെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.